യോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? നാട്ടിലുള്ള ഫ്രണ്ട്സും ഇവിടെയുള്ള ചങ്ക് ഫ്രണ്ട്സ് എല്ലാവരും നല്ല തണുത്ത് കുറച്ച് ഉഷാറായിട്ടിരിക്കണം എന്ന് വിചാരിക്കണം. നാട്ടിൽ അത്ര തണുപ്പൊന്നും ഇവിടെ ഇല്ല, പക്ഷെ എന്നാലും നല്ല സൂപ്പർ ക്ലൈമറ്റ് ആണ്. സോ ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് യു എയിൽ തന്നെ ഏറ്റവും വലിയ പള്ളിയായിട്ടുള്ള, ഏറ്റവും വലിയ പള്ളി എന്നതിലുപരി ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പള്ളി, ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്ക്, അബുദാബിയിലെ ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്കിലോട്ടാണ് ഇന്ന് നമ്മൾ പോകുന്നത്. സോ 2019 എൻ്റെ ആദ്യത്തെ യാത്രയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ലെറ്റ്സ് ഗോ ടു അബുദാബി. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ ഞാൻ അബുദാബി ബസ് സ്റ്റേഷനിലെത്തി. ഇതാണ് ബസ് സ്റ്റേഷൻ. ഇവിടെ നിന്ന് ഒരു 13ഓളം കിലോമീറ്റർ ഉണ്ട് ഗ്രാൻഡ് മോസ്കിലോട്ട്. ടാക്സി വിളിച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 40 ദിർഹംസ് ആവും. അതാണ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത്. പക്ഷേ ഇവിടെ നിന്ന് ബസ് ഉണ്ട്, 94ാമത്തെ ബസ്സാണ് അവർ പറഞ്ഞത്. ബസ് സ്റ്റേഷൻ അകത്ത് നിന്നല്ല ബസ് ഉള്ളത്, പുറത്ത് ഇവിടെ ബസ് സ്റ്റോപ്പിൽ നിന്നാണ്, ഈ ബസ് സ്റ്റോപ്പിൽ നിന്നാണ് 94ാമത്തെ ബസ് ഉള്ളത്. നമുക്ക് ഇവിടെ പുറത്ത് വന്നു കഴിഞ്ഞാൽ പറഞ്ഞാൽ ഒരു ബ്രിഡ്ജിൻ്റെ താഴെയുള്ള ഒരു ബസ് സ്റ്റോപ്പ്, ഇവിടെ നിന്നാണ് ബസ് ഉള്ളത്. ദുബായിൽ നോൽ കാർഡ് പോലെ ഇവിടെ ഈ ഒരു ഹാഫിലാത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു കാർഡുണ്ട്. ഈ കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ബസ്സിൽ കയറാൻ പറ്റുള്ളൂ. 20 ദിർഹംസ് ആണ്. സോ ഞാൻ ഒരെണ്ണം വാങ്ങിച്ച് 20 ദിർഹംസ് കൊടുത്തു കഴിഞ്ഞ് പറഞ്ഞാൽ 10 ദിർഹംസ് അകത്തുണ്ടാവും. അങ്ങനെ ഞാൻ അവസാനം ഗ്രാൻഡ് മോസ്കിലെത്തി. അവിടെ നിന്ന് ഒരു അരമണിക്കൂർ ബസ്സിലിരിക്കണം കേട്ടോ. ഒരു 13 കിലോമീറ്ററേ ഉള്ളൂ എങ്കിലും അരമണിക്കൂറിൻ്റെ മേലെ നമ്മൾ ബസ്സിലിരിക്കണം. കറക്കിയിട്ടാണ് കൊണ്ടുവരും അവസാനം. പക്ഷേ പള്ളിൻ്റെ അകത്ത് കൊണ്ടുവന്ന് വിടും ബസ്. 2 ദിർഹംസേ ഉള്ളൂ. അബുദാബിയിൽ ഭയങ്കര ചീപ്പാണ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ ബസ് നമ്പർ മറക്കണ്ട, 94. ഗൈസ്, വമ്പൻ പള്ളി പറഞ്ഞാൽ വലിയ പള്ളിയാട്ടത്. അതായത് പാർക്കിംഗ് കൂട്ടാതെ തന്നെ ഈ പള്ളി നിൽക്കുന്ന സ്ഥലം മാത്രം 30 ഏക്കർ സ്ഥലത്താണ് ഈ ഒരു പള്ളി നിൽക്കുന്നത്. 545 മില്യൺ ഡോളർ, അതായത് നമ്മുടെ നാട്ടിലെ 3800 കോടി രൂപ ചെലവഴിച്ചിട്ടാണ് ഈ ഒരു പള്ളി ഇവിടെ കയറ്റിയിരിക്കുന്നത്. 1996 പണി തുടങ്ങിയിട്ട് 2007 പണി കഴിഞ്ഞത്. യു എയുടെ മുൻ ഭരണാധികാരിയായിട്ടുള്ള ഷെയ്ഖ് സായിദ് സുൽത്താൻ അൽ നഹിയാൻ എന്ന് പറഞ്ഞ ഇവിടുത്തെ കിങ് ആണ് ഈ പള്ളി കയറ്റാനുള്ള ഓർഡർ ഇട്ടത്. അത് കാരണം കൊണ്ടാണ് ഈ പള്ളിയുടെ പേര് ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്ക് എന്ന് പേര് വരാനുള്ള കാരണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അഷ്ഹദു അൻ ലാ أشهد أن محمدًا رسول الله أشهد أن 41,000 ആൾക്കാരിന് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയ അത്ര വലിയൊരു പള്ളിയാട്ടത്. റമദാൻ മാസത്തിൽ നോമ്പിൻ്റെ സമയത്തും പിന്നെ പെരുന്നാളിൻ്റെ ദിവസങ്ങളിലൊക്കെയാണ് ഈ പള്ളി ഫുള്ളായിട്ട് ആൾക്കാരെ കൊണ്ട് നിറയുക. ഗൈസ്, ഈ ഒരു പള്ളിയിലോട്ട് വരാൻ അത്ര റെസ്ട്രിക്ഷനും കാര്യങ്ങളൊന്നുമില്ല. അതായത് ഒന്നാമത്തെ കാര്യം എൻട്രൻസ് ഫീ ഒന്നുമില്ല ഇങ്ങോട്ട് വരാൻ. രണ്ടാമത്തെ കാര്യം ഏത് മതത്തിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്ന് കാണാവുന്നതാണ്. ആകെയുള്ളൊരു കണ്ടീഷൻ എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ നല്ല രീതിയിൽ വസ്ത്രം ധരിച്ചിരിക്കണം. പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ നല്ല രീതിയിൽ വസ്ത്രം ധരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉള്ളിലോട്ട് കടത്തിവിടില്ല. ഇനി വസ്ത്രം ഇത് കുറച്ചൊക്കെ എക്സ്പോസീവ് ആണെന്നുണ്ടെങ്കിൽ റിസപ്ഷൻ തന്നെ നമുക്ക് ഇങ്ങോട്ട് കയറാനുള്ള പർദ്ദയൊക്കെ കിട്ടും. ആണുങ്ങൾക്ക് ഒരു വിഷയമല്ല, മുട്ടിൻ്റെ താഴെയുള്ള ഡ്രസ്സ് ഉണ്ടായാൽ മതി, അത്രയേ ഉള്ളൂ. ഇന്ന് ബുധനാഴ്ച ആയ കാരണം കൊണ്ട് അത്ര വലിയ തിരക്കൊന്നുമില്ല ഇവിടെ. വീക്കെൻഡിലൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നല്ല തിരക്കുണ്ടാവും. അതായത് എന്താ പറയുക, വെള്ളിയാഴ്ചയൊക്കെ ഇവിടെ നല്ല തിരക്കുണ്ടാവും. ക്യാമറ ഒന്നും പുറത്തെടുക്കാൻ പറ്റില്ല. ഇന്ന് അത്ര തിരക്കില്ലാത്ത കാരണം കൊണ്ട് ഈസി ആയിട്ട് എല്ലാം ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്.
ഗൈസ് ഈ പള്ളിയിലെ മെയിൻ നിസ്കരിക്കാനുള്ള ഹോളാണ് ഇത്. 7000 ആൾക്കാർക്ക് ഇവിടെ നിന്ന് നിസ്കരിക്കാൻ പറ്റും, അത്രയും വലിയ ഹോളാണ്. ഈ കാണുന്ന കാർപ്പറ്റാണ് ലോകത്തിലെ ഏറ്റവും വലിയ സിംഗിൾ കാർപ്പറ്റ്. അതായത് ഒരുപാട് ആൾക്കാർ 1300ഓളം ആൾക്കാർ 2 വർഷം സമയമെടുത്തിട്ട് മാനുവലി കൈകൊണ്ട് കെട്ടി ഉണ്ടാക്കിയ ഒരു സിംഗിൾ കാർപ്പറ്റാണിത്. ഒരുപാട് സ്ഥലത്തുനിന്ന് ഉണ്ടാക്കിയിട്ട് അവസാനം ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് അസംബിൾ ചെയ്തിട്ട് ഒരു സിംഗിൾ കാർപ്പറ്റ് ആക്കിയിരിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ കാർപ്പറ്റാണിത്. 35 ടണ്ണാണ് ഇതിൻ്റെ വെയിറ്റ്. അതായത് 60,000 സ്ക്വയർ ഫീറ്റാണ് ഇതിൻ്റെ ടോട്ടൽ സൈസ്. ഗൈസ് വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം പറയാൻ വിട്ടുപോയത് എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ അബുദാബി സിറ്റിയിൽ ഇഷ്ടംപോലെ പള്ളികളുണ്ട്. അതായത് നമുക്ക് ഒരു പള്ളിയിൽ പോയിട്ട് ചുറ്റും നോക്കിക്കഴിഞ്ഞ് പറഞ്ഞാൽ ഇഷ്ടംപോലെ പള്ളികൾ കാണാൻ പറ്റും. പക്ഷേ ഇവിടെ എല്ലാവിടെയും ഓരോ പള്ളിയിലും സെപ്പറേറ്റ് വാങ്ങി കൊടുക്കുന്ന പരിപാടിയില്ല. അതായത് എന്തെന്ന് വെച്ച് പറഞ്ഞാൽ ഇവിടെ കംപ്ലീറ്റ്ലി ഓൺലൈൻ ബാങ്കിങ് സിസ്റ്റമാണ്. അതായത് ഇവിടെ ഈ പള്ളിയിൽ കൊടുക്കുന്ന ബാങ്കാണ് ബാക്കി എല്ലാ പള്ളിയിലും കേൾക്കുന്നത്. ഓരോ പള്ളിയിലും സെപ്പറേറ്റ് ആൾക്കാർ വാങ്ങി കൊടുക്കുന്നില്ല. ഈ പള്ളിയുടെ ഒരു വശത്തായിട്ട് തന്നെയാണ് ഷെയ്ഖ് സായിദിന് ഖബറടക്കിയിട്ടുള്ളത്. ഇതെവിടെയാണ് ഷെയ്ഖ് സായിദിൻ്റെ ഖബറട ഉള്ളത്. ഇവിടെ മാത്രം നമുക്ക് വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയൊന്നും അലൗഡ് അല്ല. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അബുദാബിയിലെ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആയിട്ടുള്ള ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലായ്പ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ ഒരു സ്ഥലത്ത് പുതിയ കാഴ്ചകളായിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ബൈ.